ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ആചാര്യ അക്കാഡമിയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെറ്റ് മാത്തമാറ്റിക്സിൻ്റെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: ഇഫ് എം ഈസ് ദി നമ്പർ ഓഫ് അബീലിയൻ ഗ്രൂപ്പ്സ് അപ് ടു ഐസോമോർഫിസം ഓഫ് ഓർഡർ 24 ആൻഡ് എൻ ഈസ് ദി നമ്പർ ഓഫ് അബീലിയൻ ഗ്രൂപ്പ്സ് അപ് ടു ഐസോമോർഫിസം ഓഫ് ഓർഡർ 25, ദെൻ എമ്മിൻ്റെയും എന്നിൻ്റെയും വാല്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, എം എന്ന് പറയുന്നത് നമ്പർ ഓഫ് അബീലിയൻ ഗ്രൂപ്പ്സ് ഓഫ് ഓർഡർ 24ഉം എൻ എന്ന് പറയുന്നത് നമ്പർ ഓഫ് അബീലിയൻ ഗ്രൂപ്പ്സ് ഓഫ് ഓർഡർ 25 ആണ്. ഇതിൽ എമ്മിൻ്റെയും എന്നിൻ്റെയും വാല്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെ സോൾവ് ചെയ്യാമെന്ന് നോക്കാം. ആദ്യം നമുക്ക് നമ്പർ ഓഫ് അബീലിയൻ ഗ്രൂപ്പ്സ് ഓഫ് ഓർഡർ 24 ഫൈൻഡ് ചെയ്യാം. ഓക്കെ, ദാറ്റ് ഈസ് എമ്മിൻ്റെ വാല്യൂ ഫൈൻഡ് ചെയ്യാം, നമ്പർ ഓഫ് അബീലിയൻ ഗ്രൂപ്പ്സ് ഓഫ് ഓർഡർ 24. അപ്പോൾ നമ്പർ ഓഫ് അബീലിയൻ ഗ്രൂപ്പ്സ് ഓഫ് ഓർഡർ ഫൈൻഡ് ചെയ്യുന്നതിനായിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഈ 24ന് നമുക്ക് പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യാം. ഓക്കെ, 24നെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യാം. അപ്പോൾ നമുക്ക് 2⁻³ ഇൻറ്റു 3⁻1 എന്നാണ് കിട്ടുന്നത്. ഓക്കെ, അതായത് പ്രൈം ഫാക്ടറൈസേഷൻ എന്ന് പറഞ്ഞാൽ 24നെ നമുക്ക് 2 ഇൻറ്റു 12 എന്ന് എഴുതാം. ഓക്കെ, 12നെ അഗെയിൻ 2 ഇൻറ്റു 6 എന്ന് എഴുതാം. ഓക്കെ, 6നെ അഗെയിൻ 2 ഇൻറ്റു 3 എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ ഇവിടെ എത്ര 2 ചേർന്നാണ്? 3 നമ്പേഴ്സ് ഉണ്ട് അല്ലേ, 2 എന്ന് പറയുന്നത്. അപ്പോൾ 2⁻³ ദെൻ ഇൻറ്റു 3. അങ്ങനെയാണ് പ്രൈം ഫാക്ടറൈസേഷൻ എന്ന് പറയുന്നത്. പ്രൈം നമ്പേഴ്സിൻ്റെ മൾട്ടിപ്പിൾസ് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യണം. അപ്പോൾ 24ന് 2 ഇൻറ്റു 12 എന്ന് എഴുതുന്നു, ദെൻ അഗെയിൻ 12നെ 2 ഇൻറ്റു 6 എന്ന് എഴുതുന്നു, 6നെ 2 ഇൻറ്റു 3 എന്ന് എഴുതി. ഓക്കെ, പ്രൈം നമ്പേഴ്സിൻ്റെ പവേഴ്സിൻ്റെ മൾട്ടിപ്പിൾസ് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യണം തന്നിരിക്കുന്ന നമ്പറിന്. അപ്പോൾ 24 ആണ്. 24ന് നമുക്ക് 2⁻³ ഇൻറ്റു 3⁻1 എന്ന് എഴുതാം. ഇനി ചെയ്യാനുള്ളത്, ഇതിൻ്റെ പവേഴ്സ് ഉണ്ടല്ലോ. ഓക്കെ, ഇവിടെ പ്രൈം നമ്പേഴ്സിൻ്റെ പവേഴ്സിൻ്റെ മൾട്ടിപ്പിൾസ് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പവർ ചെക്ക് ചെയ്ത് നോക്കുക. ഇവിടെ പവർ 3 ആണ്, ഇവിടെ പവർ എന്ന് പറയുന്നത് 1 ആണ്. ഈ 3ൻ്റെയും 1ൻ്റെയും ഡിഫറെൻറ്റ് പാർട്ടീഷൻസ് ഫൈൻഡ് ചെയ്യണം. ഓക്കെ, അതായത് പാർട്ടീഷൻ എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ 3യുടെ പാർട്ടീഷൻ എന്ന് പറഞ്ഞാൽ 3നെ നമുക്ക് ഏതെല്ലാം ഇൻറ്റീജേഴ്സിനെ സമ്മായിട്ട് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും? ഒന്ന് 3 എന്ന് എഴുതാം. ഓക്കെ, നെക്സ്റ്റ് അടുത്തത് 2+1 എന്ന് എഴുതാം. അടുത്തത് 1+1+1 എന്ന് എഴുതാം. അങ്ങനെ 3 ഡിഫറെൻറ്റ് പാർട്ടീഷൻസ് ആണ് 3ക്ക് വന്നിട്ടുള്ളത്. ഓക്കെ, 3നെ ഡിവൈഡ് ചെയ്യാണ് ഇൻറ്റീജേഴ്സ് ആയിട്ട്. അപ്പോൾ ഒന്ന് 3 എന്ന് തന്നെ എഴുതാം, അടുത്തത് 2+1 എന്ന് എഴുതാം, അതുപോലെ 1+1+1. അങ്ങനെ നമുക്ക് 3 പാർട്ടീഷൻസ് ആണ് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, ദെൻ ഇനി അതിനുശേഷം അടുത്തത് 3⁻1 ആണ് അല്ലേ. അപ്പോൾ അതിൻ്റെ പവർ 1 ആണല്ലോ. പവറിൻ്റെ പാർട്ടീഷൻസ് ആണ് നോക്കേണ്ടത്. 3⁻1 ആണ്. അപ്പോൾ 1ൻ്റെ ഡിഫറെൻറ്റ് പാർട്ടീഷൻസ് എടുക്കുന്നു. 1ൻ്റെ ഒരു പാർട്ടീഷൻ തന്നെ ഉള്ളൂ, 1 മാത്രം. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പോൾ 3യുടെ ഡിഫറെൻറ്റ് പാർട്ടീഷൻസ് എത്ര ഉണ്ടെന്ന് നോക്കി, ദെൻ 1ൻ്റെ ഡിഫറെൻറ്റ് പാർട്ടീഷൻസ് നോക്കി, ദെൻ ദി നമ്പർ ഓഫ് അബീലിയൻ ഗ്രൂപ്പ്സ് ഓഫ് ഓർഡർ 24 എന്ന് പറയുന്നത്, ഈ പാർട്ടീഷൻ ഉണ്ടല്ലോ, 3ൻ്റെ എത്ര നമ്പർ ഓഫ് പാർട്ടീഷൻ ഉണ്ടോ ഇൻറ്റു അതുപോലെ പാർട്ടീഷൻ ഓഫ് 1, നമ്പർ ഓഫ് പാർട്ടീഷൻസ് ഓഫ് 1. ഓക്കെ, 3ൻ്റെ എത്ര പാർട്ടീഷൻസ് കിട്ടിയിട്ടുണ്ട്? 3 എണ്ണമാണ് അല്ലേ. 1ൻ്റെ എത്ര പാർട്ടീഷനാണ്? 1 ആണ്. അതിൻ്റെ പ്രോഡക്റ്റ് ആയിരിക്കും നമ്പർ ഓഫ് അബീലിയൻ ഗ്രൂപ്പ്സ് ഓഫ് ഓർഡർ 24 എന്ന് പറയുന്നത്. അപ്പോൾ ആൻസർ 3 എന്ന് കിട്ടും. എമ്മിൻ്റെ വാല്യൂ കിട്ടും. എത്രയാ? 3. ചെയ്ത സ്റ്റെപ്പ് ഓർക്കുക. നമുക്ക് ഫൈൻഡ് ചെയ്യേണ്ടത് നമ്പർ ഓഫ് അബീലിയൻ ഗ്രൂപ്പ്സ് ഓഫ് ഓർഡർ 24 ആണ്, അതായത് എമ്മിൻ്റെ വാല്യൂ ആണ്. ഇപ്പോൾ 24നെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുന്നു, അതായത് പ്രൈം നമ്പേഴ്സിൻ്റെ പവേഴ്സിൻ്റെ മൾട്ടിപ്പിൾസ് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യണം. അങ്ങനെ നമുക്ക് 2⁻3യും 3⁻1ഉം കിട്ടി. ഇനി അതിൻ്റെ പവറാണ് എടുക്കേണ്ടത്, 3യും 1ഉം. അപ്പോൾ 3ൻ്റെ ഡിഫറെൻറ്റ് പാർട്ടീഷൻസ് എത്ര എണ്ണം ഉണ്ടെന്ന് നോക്കി, അതുപോലെ 1ൻ്റെ പാർട്ടീഷൻസ് നോക്കി. 3ൻ്റെ നമുക്ക് 3 പാർട്ടീഷനും 1ൻ്റെ ഒരു പാർട്ടീഷനാണ് കിട്ടുന്നത്. ഇനി അവ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, അപ്പോൾ 3 ഇൻറ്റു 1 3 ആണ് ആൻസർ വരുന്നത്. എമ്മിൻ്റെ വാല്യൂ ആണ് 3 എന്ന് കിട്ടിയിരിക്കുന്നത്. ഇനി എന്നിൻ്റെ വാല്യൂ ഫൈൻഡ് ചെയ്യണം. അതെങ്ങനെയാണെന്ന് നോക്കാം. നമ്പർ ഓഫ് അബീലിയൻ ഗ്രൂപ്പ്സ് ഓഫ് ഓർഡർ 25 ആണ് എൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്നിൻ്റെ വാല്യൂ ഫൈൻഡ് ചെയ്യാനായിട്ട് എന്താ ചെയ്യേണ്ടത്? 25നെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യണം അല്ലേ. 25നെ നമുക്ക് എങ്ങനെ എഴുതാം? 5² എന്ന് തന്നെ എഴുതാം. ഓക്കെ, വേറെ ഒരു രീതിക്കും എഴുതാൻ സാധിക്കില്ല. 5⁻² എന്ന് എഴുതുന്നു. ഓക്കെ, ദെൻ ഇനി ചെയ്യാനുള്ളത് എന്താണ്? 2ൻ്റെ ഡിഫറെൻറ്റ് പാർട്ടീഷൻസ് നോക്കണം അല്ലേ. 2ൻ്റെ ഡിഫറെൻറ്റ് പാർട്ടീഷൻസ് ഏതൊക്കെയാണ്? 2 എടുക്കാം, പിന്നെ 1+1. ഇത്രയും പോസിബിലിറ്റി മാത്രമേ ഉള്ളൂ. 2 പാർട്ടീഷൻസ് ആണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. വേറെ പവേഴ്സ് ഒന്നും തന്നെ ഇല്ലാത്തത് കൊണ്ട് ഇതിൻ്റെ നമ്പർ ഓഫ് അബീലിയൻ ഗ്രൂപ്പ്സ് എന്ന് പറയുന്നത് എന്ത് തന്നെയായിരിക്കും? 2 തന്നെ ആയിരിക്കും. ഓക്കെ, നമ്പർ ഓഫ് അബീലിയൻ ഗ്രൂപ്പ്സ് ഓഫ് ഓർഡർ 25 എന്ന് പറയുന്നത്, ദാറ്റ് ഈസ് എന്നിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എന്ത് കിട്ടുന്നത്? 2 ആണ് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ എമ്മിൻ്റെ വാല്യൂ 3യും എന്നിൻ്റെ വാല്യൂ 2 ആണ് കിട്ടിയിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. ഓക്കെ, അപ്പോൾ ചെയ്യുന്ന മെത്തേഡ് എങ്ങനെയാണെന്ന് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ഇതുപോലത്തെ വേറൊരു ക്വസ്റ്റ്യൻ കൂടി നോക്കാം. നമ്പർ ഓഫ് അബീലിയൻ ഗ്രൂപ്പ് അപ് ടു ഐസോമോർഫിക് ഓഫ് ഓർഡർ 6⁻5. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത് നോക്കാം.
ആദ്യം ഈ തന്നിരിക്കുന്ന നമ്പർ എന്ന് പറയുന്നത് ഉണ്ടല്ലോ, അത് പ്രൈം നമ്പേഴ്സിൻ്റെ പവേഴ്സിൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കണം. ഓക്കെ, പക്ഷെ ഇവിടെ 6⁵ എന്നാണ്. 6 എന്ന് പറയുന്നത് എന്തല്ല, പ്രൈം അല്ല. ഓക്കെ, അപ്പോൾ 6നെ നമുക്ക് എന്ത് ചെയ്യണം, പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യണം. അപ്പോൾ 6നെ നമുക്ക് 2 × 3 എന്ന് എഴുതാം. അപ്പോൾ 6⁵ 2 × 3⁵ എന്ന് എഴുതാം. ഓക്കെ, 2 × 3⁵ എന്ന് പറഞ്ഞാൽ 2⁵ × 3⁵ ഈക്വൽ ആണ്. ഇപ്പോൾ എന്ത് എത്തിയിട്ടുണ്ട്, പ്രൈം നമ്പേഴ്സിൻ്റെ പവേഴ്സ് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടത്, 5ന് എത്ര പാർട്ടീഷൻസ് ഉണ്ടെന്ന് നോക്കുക. ഓക്കെ, രണ്ട് പവേഴ്സും എന്താണ്, 5 തന്നെയാണ് അല്ലേ. അപ്പോൾ 5ന് എത്ര പാർട്ടീഷൻ ഉണ്ടെന്ന് നോക്കുക. പിന്നെ ഇങ്ങനെ രണ്ട് നമ്പേഴ്സായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുകയാണെങ്കിൽ 5ന് എത്ര പാർട്ടീഷൻസ് ഉണ്ടോ അതേ ഇൻറ്റു സെയിം അതേ നമ്പർ തന്നെ വീണ്ടും മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, അപ്പോൾ നോക്കാം. ഇനി നമ്മൾ നോക്കാനുള്ളത് നമ്പർ ഓഫ് പാർട്ടീഷൻസ് ഓഫ് 5 ആണ്. 5നെ എങ്ങനെയെല്ലാം റെപ്രസെൻറ്റ് ചെയ്യാം നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കുക. 5നെ ഏതൊക്കെ രീതിക്ക് പാർട്ടീഷൻ ചെയ്യാമെന്ന് നോക്കൂ. ഒന്ന് 5, ദെൻ 1 + 4 എന്ന് എഴുതാം. ഒരു ഓർഡറിൽ തന്നെ എഴുതി പോവുക, അല്ലെങ്കിൽ കൺഫ്യൂഷൻ ആവും. 1 + 4 എന്ന് എഴുതാം. ഓക്കെ, 1 + 4 എന്ന് എഴുതാം. ദെൻ 4നെ അഗെയിൻ 1 + 3 എന്നാക്കി മാറ്റി എഴുതാം. അതിൽ 3നെ നമുക്ക് 1 + 2 എന്ന് എഴുതാം. അപ്പോൾ 1 + 1 + 1 + 2 എന്ന് എഴുതിയിട്ടുണ്ട്. ദെൻ 2നെ നമുക്ക് 1 + 1 + 1 + 1 ടോട്ടൽ. അത് 5നെ ഇങ്ങനെയും എഴുതാം. എല്ലാം 1 ആയിട്ടും റെപ്രസെൻറ്റ് ചെയ്യാം. ഓക്കെ, ഇനി അടുത്ത പോസിബിലിറ്റി എന്ന് പറയുന്നത് 1 കഴിഞ്ഞു. ഇപ്പോൾ 1ഉം 4ൻ്റെയും നമ്മൾ ഡിഫറെൻ്റ് ആയിട്ട് എഴുതിയിട്ടുണ്ട് അല്ലേ. 4നെ തന്നെ സ്പ്ലിറ്റ് ചെയ്ത് പോയിട്ടുണ്ട്. ഇനി 4 അല്ലാണ്ട് വേറെ എങ്ങനെ വരാം, 2 + 2 അല്ലേ. 1 + 2 + 2 എന്ന് വരാം. ഓക്കെ, പിന്നെ വരാനുള്ളത് എന്താണ്, 2 + 3 എന്നും വരാം. അപ്പോൾ 5ൻ്റെ ടോട്ടൽ എത്ര പാർട്ടീഷൻസ് കിട്ടിയിട്ടുണ്ട്, 1 2 3 4 5 6 7. ഓക്കെ, അപ്പോൾ 5ൻ്റെ 7 പാർട്ടീഷൻസ് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ പാർട്ടീഷൻസ് ഒക്കെ പഠിച്ചു വയ്ക്കുക. 3ക്ക് 3 പാർട്ടീഷൻസ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, 5ന് എത്ര പാർട്ടീഷൻസ് ആണ്, 7 പാർട്ടീഷൻ ആണ് 5ന് വന്നിരിക്കുന്നത്. അതൊന്ന് പഠിച്ചു വയ്ക്കുക. ഓക്കെ, 5ൻ്റെ പാർട്ടീഷൻ എന്താണ്, 7 ആണ്. അപ്പോൾ ഇവിടെ 2 എക്സ്പോണൻസ് ഉണ്ട് അല്ലേ, 2 ടേംസ് ഉണ്ട്. ഒന്ന് 2⁵5ഉം 3⁵5. നമ്മൾ സെപ്പറേറ്റ് കണ്ടെത്തിയിട്ട് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 5ൻ്റെ നമ്പർ ഓഫ് പാർട്ടീഷൻ 7 ആയതുകൊണ്ട് 7 × 7 ചെയ്തതായിരിക്കും നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, ടോട്ടൽ പാർട്ടീഷൻ എന്ന് പറയുമ്പോൾ 7 × 7 ദാറ്റ് ഈസ് 49 ആണ്. അത് നമ്പർ ഓഫ് അബീലിയൻ ഗ്രൂപ്പ്സ് അപ് ടു ഐസോമോർഫിക് ഓഫ് ഓർഡർ 6⁵5 എന്ന് പറയുന്നത് എത്രയാണ്, 49 എന്നാണ് ആൻസർ വരുന്നത്. അതായത് ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പോൾ നമ്പർ ഓഫ് അബീലിയൻ ഗ്രൂപ്പ്സ് അപ് ടു ഐസോമോർഫിക് ഓഫ് ഓർഡർ 6⁵5 ആണ് നമ്മൾ കണ്ടെത്തിയിരിക്കുന്നത്. അപ്പോൾ ചെയ്ത മെത്തേഡ് എങ്ങനെയാണെന്ന് ഓർക്കുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ഇഫ് G ഈസ് എ ഗ്രൂപ്പ് A, B belong to G and n is any integer, then A inverse BA whole power n is equal to. ഓക്കെ, ഇത് ഇങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത് നോക്കാം. സിമ്പിൾ ആയിട്ടൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇതിൽ ആദ്യം A ഇൻവേഴ്സ് BA ഹോൾ പവർ n അല്ലേ, A ഇൻവേഴ്സ് BA ഹോൾ പവർ n ആണ്. അതായത് ഈ ടേം തന്നെ n ടൈംസ് റിപ്പീറ്റ് ചെയ്യുന്നു എന്നാണ് അർത്ഥം. ഓക്കെ, അതായത് A ഇൻവേഴ്സ് BA എഗെയിൻ A ഇൻവേഴ്സ് BA അങ്ങനെ n ടൈംസ് ഇത് റിപ്പീറ്റ് ചെയ്യുന്നു എന്നാണ് ഇതിൻ്റെ മീനിങ്. ഓക്കെ, ഇതിനകത്തൊരു കാര്യം ശ്രദ്ധിച്ചാൽ അടുത്തടുത്ത് A ഇൻവേഴ്സ് വരുന്നുണ്ട് അല്ലേ. ഓക്കെ, A ഇൻവേഴ്സ് അടുത്തടുത്ത് വന്നാൽ അതിൻ്റെ വാല്യൂ എന്താണ്, അത് ക്യാൻസലായി പോവും. ഓക്കെ, 1 ആയിട്ട് അല്ലെങ്കിൽ ക്യാൻസൽ ചെയ്ത് പോവും. A ഇൻവേഴ്സ് ഇൻ ദി മിഡിൽ ക്യാൻസൽ ഔട്ട്. അതായത് മിഡിൽ വരുന്ന A ഇൻവേഴ്സ് എന്ന് പറയുന്നത് എന്തായി പോവും, ക്യാൻസൽ ചെയ്ത് പോവും. അങ്ങനെ നമ്മുടെ പുതിയ ടേംസ് എന്ന് പറയുന്നത് എങ്ങനെയാണ് വരുന്നത്, A ഇൻവേഴ്സ് BA ഹോൾ പവർ n എന്ന് പറയുന്നത് ആ A ഇൻവേഴ്സ് മൊത്തം ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ബാലൻസ് വരുന്നത് A ഇൻവേഴ്സ് B, അത് n ടൈംസ് വരും. ദെൻ ലാസ്റ്റ് ഒരു Aയും വരും. ഓക്കെ, അതായത് നമുക്കിതിനെ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം, A ഇൻവേഴ്സ് B⁻n A എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പോൾ നമ്മുടെ ടേം ഇതാണ്. ഈ ടേം ⁻n എന്ന് പറഞ്ഞാൽ ഇതേ സെയിം ടേം n ടൈംസ് റിപ്പീറ്റ് ചെയ്യുന്നു എന്നാണ് അർത്ഥം. അപ്പോൾ ഇതിൽ മിഡിൽ വരുന്ന A ഇൻവേഴ്സ് ക്യാൻസൽ ചെയ്ത് പോയി കഴിഞ്ഞാൽ പിന്നെ ബാലൻസ് വരുന്നത് സ്റ്റാർട്ടിങ്ങിലുള്ളൊരു A ഇൻവേഴ്സ് ഉണ്ട്, പിന്നെ B തന്നെ n ടൈംസ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്, പിന്നെ ലാസ്റ്റ് ഒരു Aയും വരുന്നുണ്ട്. ഓക്കെ, അങ്ങനെ നമുക്ക് A ഇൻവേഴ്സ് B⁻n A എന്ന് കിട്ടും. അതായത് ആൻസർ വരുന്നത് ഏതാ, ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ക്ലിയർ ആണല്ലോ. അടുത്തൊരു ചോദ്യം നോക്കാം. എ ലീനിയർ ഓപ്പറേറ്റർ ഓൺ R2 വിത്ത് സ്റ്റാൻഡേർഡ് ഇന്നർ പ്രോഡക്റ്റ് ഈസ് ഡിഫൈൻഡ് ബൈ T of xy equal to x plus 2y, x minus 2y. Then the adjoint T star is given by T star xy. ഓക്കെ, T star of xy ആണ് നമുക്ക് ഫൈൻഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതെങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത് നോക്കാം. സിമ്പിളാണ്, നോക്കിക്കോളൂ.
ആദ്യം ലീനിയർ ഓപ്പറേറ്റർ ടി ഓഫ് എക്സ് വൈ എന്ന് പറയുന്നത് എക്സ് പ്ലസ് 2y, എക്സ് മൈനസ് 2y എന്നാണ് തന്നിട്ടുള്ളത്. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മെട്രിക്സ് റെപ്രസെൻറ്റേഷൻ നമുക്ക് നോക്കാം. ഈ ഒരു ലീനിയർ ഓപ്പറേറ്ററിനെ മെട്രിക്സിൽ റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ സിമ്പിളാണ്. അതിൽ എക്സിൻ്റെയും വൈയുടെയും കോയിഫിഷ്യൻറ്റ് റോ വൈസോ കോളം വൈസോ റെപ്രസെൻറ്റ് ചെയ്താൽ മതി. നോക്കൂ, ഞാനിവിടെ ഫസ്റ്റ് ടേം ഒരു സിംഗിൾ റോയിലായിട്ടാണ് എഴുതിയിട്ടുള്ളത്. അതായത് എക്സ് പ്ലസ് 2y എന്ന് പറഞ്ഞാൽ അവിടെ എക്സിൻ്റെ കോയിഫിഷ്യൻറ്റ് 1ഉം വൈയുടെ കോയിഫിഷ്യൻറ്റ് 2 ആണ്. അപ്പോൾ 1 2 എന്ന് എടുക്കുന്നു. നെക്സ്റ്റ് ടേം എക്സ് മൈനസ് വൈ ആണ്. അതിൽ എക്സിൻ്റെ കോയിഫിഷ്യൻറ്റ് 1ഉം വൈയുടെ കോയിഫിഷ്യൻറ്റ് -1ഉം ആണ്. അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന മെട്രിക്സ് എന്ന് പറയുന്നത് 1 2 1 -1 എന്നാണ്. ഓക്കെ, അപ്പോൾ ഈ തന്നിട്ടുള്ള ലീനിയർ ഓപ്പറേറ്ററിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മെട്രിക്സ് ആണ് ഈ കിട്ടിയിരിക്കുന്നത്. ദെൻ ഇനി ഇതിൻ്റെ ട്രാൻസ്പോസ് എടുക്കുക. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ട്രാൻസ്പോസ് എന്ന് പറയുന്നത് 1 -1 2 -1 എന്ന് കിട്ടും. ഓക്കെ, 2 + 1 ആണ് കേട്ടോ. ഇതിൻ്റെ ട്രാൻസ്പോസ് എടുക്കുമ്പോൾ ഇവിടെ +1 ആണ് വരിക. 1 1 2 -1 എന്ന് കിട്ടും. ഓക്കെ, ഇനി ഇതിനെ എക്സ് വൈ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഫൈൻഡ് ചെയ്യാം. അതല്ലാതെ നമുക്ക് ഡയറക്റ്റും നോക്കി എഴുതാം. അതായത് റോ വൈസ് എന്ത് ചെയ്യുന്നു, ഇക്വേഷൻ ഫോം ചെയ്യുക. ഇത് എക്സിൻ്റെ കോയിഫിഷ്യൻറ്റും ഫസ്റ്റ് റോ ഉണ്ടല്ലോ, അത് എക്സിൻ്റെ കോയിഫിഷ്യൻറ്റും അടുത്തത് വൈയുടെ കോയിഫിഷ്യൻ്റ് ആക്കി എഴുതുന്ന സമയത്ത് നമുക്ക് എക്സ് പ്ലസ് വൈ എന്നും പിന്നെ അടുത്ത് വരുന്ന എന്താണ് 2x - y എന്നും കിട്ടും. ഓക്കെ, എക്സ് പ്ലസ് വൈയും 2x - y അങ്ങനെ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ കിട്ടുന്നത്. ഓക്കെ, എക്സ് പ്ലസ് വൈ ആൻഡ് 2x - y. ഇത് എക്സ് പ്ലസ് വൈ ആണ്, ശ്രദ്ധിച്ചോ, കാരണം ഇവിടെ 1 + 1 ആണ്. അപ്പോൾ അങ്ങനെ എക്സ് പ്ലസ് വൈയും അതുപോലെ 2x - y ആണ് ആൻസർ കിട്ടുന്നത്. അതായത് ഓപ്ഷൻ എ. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ സെറ്റ് മാത്തമാറ്റിക്സിൻ്റെ കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഈ ക്ലാസ് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ക്ലാസ്സുകൾ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക്